എല്ലാവർക്കും PSC വോയേജറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിന്ധു നദീജല കരാറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഈ അടുത്തിടെ പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം ഫ്രീക്വന്റ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടേമാണ് സിന്ധു നദീജല കരാർ. എന്താണ് ഈ സിന്ധു നദീജല കരാർ എന്നുള്ള കാര്യം നമുക്ക് ഈ ക്ലാസ്സിൽ ഒന്ന് നോക്കാം. അപ്പോൾ സിന്ധു നദിയെക്കുറിച്ചും അതിന്റെ പോഷക നദികളെക്കുറിച്ചും എല്ലാം കോഡിലൂടെ നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണുവാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സിന്ധു നദീജല കരാറിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുൻപ് പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളും അതിൽ സിന്ധു നദിയെയും അതിന്റെ പോഷക നദിയെ നമുക്കൊന്ന് പഠിക്കാം. ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇവ മൂന്നുമാണ് പ്രധാനപ്പെട്ട 3 ഹിമാലയൻ നദികൾ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഈ 3 ഹിമാലയൻ നദികളെ നമുക്കൊരു കോഡിലൂടെ ഓർത്തു വെക്കാം. ആ ടേമാണ് ബിഗ്. ബിഗ് എന്ന ടേമിലൂടെ നമുക്ക് ഈ 3 നദികളെ ഓർത്തു വെക്കാം. ബിഗില് B സ്റ്റാൻഡ്സ് ഫോർ ബ്രഹ്മപുത്ര, I സ്റ്റാൻഡ്സ് ഫോർ ഇൻഡസ്. ഇൻഡസ് എന്ന് പറഞ്ഞാൽ സിന്ധു തന്നെയാണ്. ആൻഡ് G ഫോർ ഗാഞ്ചസ് ഓർ ഗംഗ. അപ്പോൾ ബിഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഹിമാലയൻ നദികളെ ഓർത്തു വെക്കാനുള്ള കോഡാണ് ബിഗ്. ഏതൊക്കെയാണ് 3 എണ്ണം? ബ്രഹ്മപുത്ര, ഇൻഡസ്, ഗാഞ്ചസ്. ബ്രഹ്മപുത്ര, സിന്ധു, ഗംഗ. ഈ 3 ഹിമാലയൻ നദികളില് 2 എക്സ്ട്രീമിൽ കിടക്കുന്ന ഏതൊക്കെയാണ്? ബ്രഹ്മപുത്രയും ഗാഞ്ചസും. ബ്രഹ്മപുത്രയും ഗംഗയും കിഴക്കോട്ടൊഴുകുന്ന ഹിമാലയൻ നദികളാണ്. അപ്പോൾ തന്നെ അടുത്തൊരു ചോദ്യം അവിടെ വന്നു കഴിഞ്ഞു. ഏതാണ്? പടിഞ്ഞാറോട്ടൊഴുകുന്ന ഹിമാലയൻ നദി. ഏതാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഹിമാലയൻ നദി? സിന്ധു. സിന്ധു ആണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന. ആ ഒരു പൊസിഷനിങ് ചെയ്തേക്ക് നോക്കുക. 2 എക്സ്ട്രീമിലുള്ളത് രണ്ടും എങ്ങോട്ടേക്കാണ്? കിഴക്കോട്ടാണ്. സെന്ററിലുള്ള സിന്ധു പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അപ്പൊ ബ്രഹ്മപുത്രയും ഗംഗയും കിഴക്കോട്ടും സിന്ധു പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട 3 ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അപ്പൊ അതിനെ ഓർത്തു വെക്കാനുള്ള കോഡാണ് ബിഗ്. ബിഗ് എന്നുള്ളതില് B ഫോർ ബ്രഹ്മപുത്ര, ഇൻഡസ് ആൻഡ് ഗാഞ്ചസ്. ഇതില് ബ്രഹ്മപുത്രയും ഗംഗയും 2 എക്സ്ട്രീമിലുള്ളതും എങ്ങോട്ടേക്കാണ് ഒഴുകുന്നത്? കിഴക്കോട്ടേക്കും. ഇൻഡസ്, സിന്ധു നദി പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. അപ്പൊ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഹിമാലയൻ നദി ഏതാണ്? സിന്ധു നദി. മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്കിനി സിന്ധുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, സിന്ധുവിന്റെ ഉത്ഭവവും പതനവും എല്ലാം ഒന്ന് പഠിക്കാം. സിന്ധു നദി ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പൊ സിന്ധു നദി ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ വെച്ച് ഉത്ഭവിച്ചിട്ട് ജമ്മു കാശ്മീരിലെ ചില്ലാറിൽ വെച്ച് സിന്ധു നദി തെക്കോട്ടൊഴുകി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിച്ചു വന്ന ജമ്മു കാശ്മീരിൽ കയറി എന്നിട്ട് ചില്ലാറിൽ വെച്ച് ഇത് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നു. തുടർന്ന് പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ച് സിന്ധു നദി അറബിക്കടലിൽ പതിക്കുന്നു. അപ്പൊ സിന്ധു നദിയുടെ ഉത്ഭവം എവിടെയാണ്? മാനസ സരോവർ തടാകം. എവിടെയാണ്? മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് ഏത്? സിന്ധു നദി. അപ്പൊ ഓരോ നദിയുടെയും ഉത്ഭവവും പതനവും എല്ലാം നമ്മൾ മനസ്സിലാക്കണം. PSCയിൽ അത് ചോദിക്കാറുണ്ട്. അപ്പൊ സിന്ധു നദിയെ സംബന്ധിച്ചിടത്തോളം സിന്ധു നദിയുടെ ഉത്ഭവം എവിടെയാണ്? മാനസ സരോവർ തടാകം, പതനം അറബിക്കടൽ. അപ്പൊ പടിഞ്ഞാറോട്ട് ഒഴുകി അത് എവിടെ പതിക്കുകയാണ്? അറബിക്കടലിൽ പതിക്കുന്നു. പാകിസ്ഥാന്റെ ഒരു പ്രധാന ജലസ്രോതസ്സാണ് സിന്ധു നദി. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? സിന്ധു നദിയുടെ ഉത്ഭവം കൂടെ പറഞ്ഞു നോക്കുക. സിന്ധു നദിയുടെ ഉത്ഭവം എവിടെയാണ്? ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ വെച്ച് ഉത്ഭവിക്കുന്നു. തുടർന്ന് ചില്ലാറിൽ വെച്ച് ഇത് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നു. പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ച് സിന്ധു നദി അറബിക്കടലിൽ പതിക്കുന്നു. അപ്പൊ കറാച്ചിയിൽ വെച്ചാണ് സിന്ധു നദി അറബിക്കടലിൽ പതിക്കുന്നത്. ഉത്ഭവം മാനസ സരോവർ തടാകത്തില്, പതനം അറബിക്കടലിൽ. മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമ്മൾ നോക്കുന്നത് സിന്ധുവിന്റെ പോഷക നദികളാണ്. ഏതൊക്കെയാണ് സിന്ധുവിന്റെ പോഷക നദികൾ എന്ന് നമുക്ക് നോക്കാം. ഝലം, ചിനാബ്, സത്ലജ്, രവി, ബിയാസ്. ഇവയാണ് സിന്ധുവിന്റെ പ്രധാന പോഷക നദികൾ.
സിന്ധു നദീജല കരാർ മനസ്സിലാക്കുന്നതിന് മുൻപ് സിന്ധു നദിയുടെ പോഷക നദികളും അവ ഒഴുകുന്ന ഡയറക്ഷനും നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അത് ഓർത്തിരിക്കാനുള്ള ഒരു കോഡാണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്താന്ന് നോക്കിക്കേ, സിന്ധുവിന്റെ ചേച്ചി സുരഭി. എന്താണ് നമ്മുടെ കോഡ്? സിന്ധുവിന്റെ ചേച്ചി സുരഭി. അപ്പോ ഇതെന്താണെന്ന് വെച്ചാൽ സിന്ധു എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും സിന്ധു നദിയെ കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഈ ഓരോ നദികളുടെയും പോഷക നദികളുടെയും പേരിന്റെ ആദ്യത്തെ അക്ഷരം പെറുക്കി വെച്ചാണ് നമ്മളിവിടെ ഒരു കോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. നോക്കിക്കേ, സിന്ധുവിന്റെ ചേച്ചി, ചേ എന്നത് ഝലം നദിയുടെ ചേയാണ്. ചി ഫോർ ചിനാബ്. ഇനി സുരഭി, ഇത് സത്ലജ് നദിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ, അതായത് SU എന്നത് നോക്കിക്കേ, സത്ലജിന്റെ സ്പെല്ലിംഗ് എന്താണ്? SUTLEG. ഇതിലെ SU നമ്മളങ്ങ് എടുത്ത് സു ആക്കി. രാ ഫോർ രവി, ബി ഫോർ ബിയാസ്. അപ്പോൾ ഝലം, ചിനാബ്, സത്ലജ്, രവി, ബിയാസ്. സിന്ധുവിന്റെ ചേച്ചി സുരഭി. ഒരു 2-3 പ്രാവശ്യം കോഡ് പറയുക. പോഷക നദികൾ ഏതൊക്കെയാന്നുള്ള കാര്യം 2 തവണ വായിക്കുക. അപ്പൊ നമുക്കിത് തന്നെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. സിന്ധുവിന്റെ ചേച്ചി സുരഭി. ചേ ഝലം, ചി ചിനാബ്, സ സത്ലജ്, ര രവി, ബി ബിയാസ്. അപ്പൊ അതാണ് സിന്ധുവിന്റെ പോഷക നദികൾ. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് ചേർത്ത് ഓർത്തു വെക്കാം. സിന്ധുവും ചേച്ചിയും പടിഞ്ഞാട്ടും സുരഭി കിഴക്കോട്ടും. സിന്ധുവിനെ ചേച്ചിയെ കുറിച്ച് നമ്മളിവിടെ പറഞ്ഞു. സിന്ധുവിന്റെ ചേച്ചി സുരഭിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഓർക്കുകയാണ്, സിന്ധുവും ചേച്ചിയും പടിഞ്ഞാട്ട്, സുരഭി കിഴക്കോട്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് സിന്ധു നദിയും ചേച്ചി എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? ഝലം, ചിനാബ്. സിന്ധു, ഝലം, ചിനാബ് ഈ 3 നദികൾ എങ്ങോട്ടാണ് ഒഴുകുന്നത്? പടിഞ്ഞാറോട്ടാണ് ഈ 3 നദികൾ ഒഴുകുന്നത്. സുരഭി, സുരഭി എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സത്ലജ്, രവി, ബിയാസ്. ഇവ എങ്ങോട്ടാണ്? കിഴക്കോട്ടാണ് ഒഴുകുന്നത്. അപ്പൊ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഝലം, ചിനാബ്. സുരഭി കിഴക്കോട്ട് ഒഴുകുന്നത് ഏതാണ്? സുരഭി, അതായത് സത്ലജ്, രവി, ബിയാസ് ഇവ കിഴക്കോട്ടാണ്. അപ്പൊ ഇത്രയും മനസ്സിലായി എന്ന് കരുതുന്നു. സിന്ധുവിന്റെ ചേച്ചി സുരഭി, സിന്ധുവും പോഷക നദികളുമാണ്. അത് ഏതൊക്കെയാണ്? ചേച്ചി, ഝലം, ചിനാബ്. സുരഭി എന്ന് പറയുമ്പോൾ സത്ലജ്, രവി, ബിയാസ്. ഇനി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? സിന്ധുവും ചേച്ചിയും പടിഞ്ഞാട്ട്. അപ്പൊ സിന്ധു, ഝലം, ചിനാബ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. സുരഭി കിഴക്കോട്ട്. സത്ലജ്, രവി, ബിയാസ് ഇവ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ്. അപ്പം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇനി നമ്മുടെ മെയിൻ പോയിന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഏതാണ്? സിന്ധു നദീജല കരാർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ ഒരു ജലവിതരണ കരാറാണ് സിന്ധു നദീജല ഉടമ്പടി. സിന്ധു നദീജല ഉടമ്പടി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാക്കിയ ഒരു ജലവിതരണ കരാറാണ് എന്ത്? ഈ സിന്ധു നദീജല ഉടമ്പടി. ഇതിന് മധ്യസ്ഥത വഹിച്ചത് ആരായിരുന്നു? ലോകബാങ്കിന്റെ മധ്യസ്ഥതയിലാണ് ഈ സിന്ധു നദീജല കരാർ തയ്യാറാക്കിയത്. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ ഒരു ജലവിതരണ കരാറാണ് സിന്ധു നദീജല ഉടമ്പടി. 1960 സെപ്റ്റംബർ 19 സിന്ധു നദീജല കരാർ നിലവിൽ വരുന്നത്. അപ്പൊ എന്നാണ് സിന്ധു നദീജല കരാർ നിലവിൽ വരുന്നത്? 1960 സെപ്റ്റംബർ 19. 1960 സെപ്റ്റംബർ 19 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ ഒരു ജലവിതരണ കരാറാണ് സിന്ധു നദീജല ഉടമ്പടി. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇങ്ങനെ ഒരു കരാർ ഉണ്ടായത് എന്ന് നമുക്കൊന്ന് നോക്കാം. 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്ത് ഇരു രാജ്യങ്ങളിലൂടെയും ഒഴുകുന്ന സിന്ധു നദി ആര് നിയന്ത്രിക്കുമെന്നും ആർക്കാണ് കൂടുതൽ ജലം ലഭിക്കുന്നതെന്നും ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉടലെടുത്തു. അപ്പോൾ 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടക്കുന്ന സമയത്ത് നമുക്കറിയാം സിന്ധു നദി ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ ഉത്ഭവിച്ചിട്ട് ഇന്ത്യയിലൂടെ കടന്ന് ചില്ലാറിൽ വെച്ച് ഇത് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ ഈ 2 രാജ്യങ്ങളിലൂടെയും ഒഴുകുന്ന സിന്ധു നദി വിഭജനത്തിന് ശേഷം ഈ സിന്ധു നദി ആര് നിയന്ത്രിക്കുമെന്നും ഇതിൽ ആർക്കാണ് കൂടുതൽ ജലം ലഭിക്കുന്നതെന്നുമുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ ഉടലെടുക്കുകയാണ്.
അങ്ങനെ വിഭജനത്തിനു ശേഷം 1948 പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചു. 47 ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്ത് ഇവിടെ ഒരു തർക്കം ഉണ്ടാവുകയാണ്. ആരാണ് ഈ സിന്ധു നദിയെ നിയന്ത്രിക്കുന്നതെന്നും ആർക്കാണ് കൂടുതൽ ജലം ലഭിക്കുന്നതെന്നുമുള്ള കാര്യങ്ങളിൽ ഒരു തർക്കം ഉണ്ടാവുകയും തുടർന്ന് 1948 പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം ഇന്ത്യ താൽക്കാലികമായിട്ട് നിർത്തിവെക്കുകയും ചെയ്തു. ഈ സമയത്ത് പാകിസ്ഥാനിലേക്ക് ആവശ്യത്തിന് ജലം കടത്തിവിടുന്നില്ലെന്ന പരാതിയുമായി പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിൽ എത്തി. അപ്പോൾ പാകിസ്ഥാന് ഈ സമയത്ത് ആവശ്യമായ ജലം ലഭിക്കുന്നില്ല എന്നൊരു പരാതിയുമായി പാകിസ്ഥാൻ എവിടെ എത്തുകയാണ്? ഐക്യരാഷ്ട്രസഭയിൽ എത്തി. പിന്നീട് വർഷങ്ങളുടെ ചർച്ചയ്ക്ക് ശേഷം ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഈ സിന്ധു നദീജല കരാർ ഒപ്പുവെക്കുകയാണ്. അങ്ങനെ വർഷങ്ങൾ നീണ്ട ചർച്ചയ്ക്ക് ശേഷം ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഒരു കരാർ ഫോം ചെയ്യുകയാണ്. അതാണിത് സിന്ധു നദിയുടെയും പോഷക നദികളുടെയും ജല ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സർക്കാരും പാകിസ്ഥാൻ സർക്കാരും തമ്മിലുള്ള ഒരു ഉടമ്പടി അങ്ങനെ അവിടെ ഫോം ചെയ്യുകയാണ്. അപ്പോൾ ആ സിന്ധു നദീജല കരാറിലൂടെ സിന്ധു നദിയുടെയും പോഷക നദികളുടെയും ജല ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഒരു ജലവിതരണ കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ഉടമ്പടി നിലവിൽ വരികയാണ്. അതെന്നാണെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്നായിരുന്നു? 1960 സെപ്റ്റംബർ 19. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഡേറ്റ് ഓർത്തിരിക്കുക. 1960 സെപ്റ്റംബർ 19 സിന്ധു നദീജല കരാർ നിലവിൽ വന്നത്. അപ്പൊ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു സിന്ധു നദീജല കരാർ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കരാറായിരുന്നു സിന്ധു നദീജല കരാർ. അപ്പൊ 1960 സെപ്റ്റംബർ 19 കറാച്ചിയിൽ വെച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനുമാണ് ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. തീർച്ചയായും ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിട്ടുള്ള അയൂബ് ഖാനുമാണ് സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത്. അപ്പൊ ഈ ഒരു സെന്റൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ 2-3 ചോദ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്നാമത് ആ സിന്ധു നദീജല കരാറിന്റെ ഡേറ്റ് 1960 സെപ്റ്റംബർ 19 എന്നുള്ള ആ ഡേറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കണം. ഈ കരാറിൽ ഒപ്പുവെച്ചേക്കുന്നത് ആരൊക്കെയാന്നുള്ള കാര്യം. ആരൊക്കെയാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിട്ടുള്ള അയൂബ് ഖാനും ചേർന്നാണ് ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചേക്കുന്ന കാര്യവും നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. അതുപോലെ ലോകബാങ്കിന്റെ സഹകരണത്തോടെയായിരുന്നു ഈ ഉടമ്പടി. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. സിന്ധു നദീജല കരാറിൽ മധ്യസ്ഥത വഹിച്ചത് ആരായിരുന്നു? ലോകബാങ്കിന്റെ മധ്യസ്ഥതയിലായിരുന്നു സിന്ധു നദീജല കരാർ നിലവിൽ വന്നത്. ഇനി എന്താണ് സിന്ധു നദീജല കരാറിൽ പറയുന്നതെന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇവിടെയാണ് നമ്മൾ പോഷക നദികൾ പഠിച്ചതിന്റെ അത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമുക്കറിയാം സിന്ധുവിന്റെ പോഷക നദികളായ ഝലം, ചിനാബ്, സത്ലജ്, രവി, ബിയാസ്. അപ്പോൾ സിന്ധുവിന്റെ ചേച്ചി സുരഭി. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന നിങ്ങളുടെ മൈൻഡിൽ അത് സ്ട്രൈക്ക് ചെയ്യാനും അത് ഓർത്തെടുക്കുക. പിന്നീട് ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാനും വേണ്ടിയാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ നോക്കാം. ഈ സിന്ധു നദീജല കരാർ പ്രകാരം കിഴക്കോട്ടൊഴുകുന്ന പോഷക നദികൾ. അപ്പൊ ഏതൊക്കെയായിരുന്നു കിഴക്കോട്ടൊഴുകുന്ന പോഷക നദികൾ? സിന്ധുവും ചേച്ചിയും പടിഞ്ഞാട്ടും, സുരഭി കിഴക്കോട്ടും. ഏതായിരുന്നു അപ്പൊ കിഴക്കോട്ടൊഴുകുന്നത്? സുരഭി, സത്ലജ്, രവി, ബിയാസ്. അപ്പൊ എന്ത് കരാർ നോക്കിക്കേ. സിന്ധു നദീജല കരാർ പ്രകാരം കിഴക്കോട്ടൊഴുകുന്ന പോഷക നദികളായ സത്ലജ്, രവി, ബിയാസ്. കണ്ടോ? സത്ലജ്, രവി, ബിയാസ്. സുരഭി വന്നത് കണ്ടോ അവിടെ? കിഴക്കോട്ടൊഴുകുന്ന പോഷക നദികളായ സത്ലജ്, രവി, ബിയാസ് എന്നിവയുടെ നിയന്ത്രണം ഇന്ത്യക്കും പടിഞ്ഞാറോട്ടൊഴുകുന്ന സിന്ധു, ഝലം, ചിനാബ്. അവിടെ നമ്മൾ പറഞ്ഞു സിന്ധുവും ചേച്ചിയും പടിഞ്ഞാട്ട്. ചേ, ഝലം, ചി, ചിനാബ്. അപ്പൊ സിന്ധു, ഝലം, ചിനാബ് ഇവ പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. ഈ നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനുമാണ്. അപ്പൊ ഈ കരാർ അനുസരിച്ചിട്ട്, സിന്ധു നദീജല കരാർ അനുസരിച്ചിട്ട് കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയായിരുന്നു? കിഴക്കോട്ട് പോകുന്നത് സുരഭി ആയിരുന്നു അല്ലെ? കിഴക്കോട്ടൊഴുകുന്ന സുരഭിയുടെ, അതായത് സത്ലജിന്റെയും രവിയുടെയും ബിയാസിന്റെയും നിയന്ത്രണം ആർക്കാണ്? ഇന്ത്യക്ക്. അതുപോലെ പടിഞ്ഞാറോട്ടൊഴുകുന്നത് ഏതൊക്കെയായിരുന്നു? പടിഞ്ഞാറോട്ടൊഴുകുന്നത് സിന്ധുവും ചേച്ചിമാരുമായിരുന്നു പടിഞ്ഞാറോട്ടൊഴുകുന്നത്. അപ്പൊ സിന്ധുവും ചേച്ചിയും പടിഞ്ഞാട്ടൊഴുകുന്ന നദികളുടെ നിയന്ത്രണം ആർക്കാണ്? പാകിസ്ഥാൻ. അപ്പോൾ ഇങ്ങനെ ഒരു കരാറിലാണ് അന്ന്
1960 സെപ്റ്റംബർ 19 അവർ എത്തിച്ചേർന്നത്. അപ്പോൾ ആർക്കും നൽകിയിട്ടില്ലാത്ത ചെറുനദികൾ വ്യവസ്ഥകൾക്ക് വിധേയമായി ഇന്ത്യക്കും പാകിസ്ഥാനും ഉപയോഗിക്കാം. അപ്പം 3 പോയിന്റ് ആയിരുന്നു ആ കരാറിൽ പറഞ്ഞത്. സിന്ധു നദീജല കരാർ പ്രകാരം കിഴക്കോട്ടൊഴുകുന്ന പോഷക നദികളായ സത്ലജ്, രവി, ബിയാസ് എന്നിവയുടെ നിയന്ത്രണം ഇന്ത്യക്കും, പടിഞ്ഞാറോട്ടൊഴുകുന്ന സിന്ധു, ഝലം, ചിനാബ് നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനുമാണ്. ആർക്കും നൽകിയിട്ടില്ലാത്ത ചെറുനദികൾ വ്യവസ്ഥകൾക്ക് വിധേയമായി ഇന്ത്യക്കും പാകിസ്ഥാനും ഉപയോഗിക്കാം. ഇങ്ങനെയായിരുന്നു അന്ന് ആ കരാർ. അവിടെ ഈ ഒരു കണ്ടീഷനോട് കൂടിയായിരുന്നു ആ കരാർ അന്ന് നിലവിൽ വന്നത്. തുടർന്ന് നമുക്കറിയാം, കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണം നമ്മളെല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞതാണ്. 2019 പുൽവാമ ആക്രമണത്തിന് ശേഷം ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു ഈ പഹൽഗാമിൽ ഉണ്ടായത്. അവിടെ ബൈസരൻ പുൽമേടുകൾ സന്ദർശിക്കുവാനായിട്ട് എത്തിയ വിനോദസഞ്ചാരികൾക്ക് നേരെയും ആ സൈനികർക്ക് നേരെയും ഉണ്ടായ ഭീകരാക്രമണം നമ്മൾ എല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞതാണ്. അപ്പോൾ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ 2025 ഏപ്രിൽ 23 ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു. അപ്പൊ എന്നാണ് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത്? 2025 ഏപ്രിൽ 23. ഏത് സംഭവത്തെ തുടർന്നായിരുന്നു? പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു. എന്നാണ് മരവിപ്പിച്ചത്? 2025 ഏപ്രിൽ 23. ഈ കരാർ റദ്ദാക്കപ്പെടുന്നതോടെ പാകിസ്ഥാന്റെ ജലലഭ്യത കുറയും. കരാർ ഒപ്പുവെച്ചതിനു ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 3 യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. 1965 ഒരു യുദ്ധം നടന്നു, 71 നടന്നു, 99 നടന്നു. ഇങ്ങനെ 3 യുദ്ധങ്ങൾ നടന്നിരുന്നു. എന്നിരുന്നാലും ഈ കരാർ റദ്ദാക്കിയിരുന്നില്ല. വീണ്ടും 2001 പാർലമെന്റ് ആക്രമണം നടന്നിട്ടും 2008 മുംബൈ ഭീകരാക്രമണം നടന്നിട്ടും 2019 പുൽവാമ ആക്രമണം നടന്നിട്ടും സിന്ധു നദീജല കരാർ റദ്ദാക്കിയിരുന്നില്ല. ഈ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യ പാകിസ്ഥാന് നേരെ ഇങ്ങനെയൊരു നടപടി സ്വീകരിച്ചത്. അതായത് 2025 ഏപ്രിൽ 23 സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു. ഈ കരാർ പിൻവലിക്കുന്നതിലൂടെ പടിഞ്ഞാറൻ നദികളുടെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഇന്ത്യക്ക് ലഭിക്കും. പാകിസ്ഥാനിലെ പഞ്ചാബ്, സിന്ധ് പ്രവിശ്യകളിലെ കൃഷിക്ക് ഈ നദികളിലെ ജലം അത്യന്താപേക്ഷിതമാണ്. കരാർ റദ്ദാക്കുന്നത് അവരുടെ കൃഷിയെ കാര്യമായി ബാധിക്കും. അപ്പോൾ ഈ സിന്ധു നദീജല കരാർ നിലവിൽ വന്നതിന് ശേഷം, അതായത് 1960 സെപ്റ്റംബർ 19 സിന്ധു നദീജല കരാർ നിലവിൽ വന്നതിന് ശേഷം 3 യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ആ സമയത്തൊന്നും ഈ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചിരുന്നില്ല. തുടർന്ന് 2025 ഏപ്രിൽ 23 ഈ സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നത്. എന്തായിരുന്നു അതിന് കാരണം? പഹൽഗാമിൽ ഉണ്ടായ ആക്രമണത്തെ തുടർന്നാണ് 2025 ഏപ്രിൽ 23 സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത്. അപ്പൊ ഈ ഒരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഈ 2 ഡേറ്റുകൾ, മരവിപ്പിച്ച ഡേറ്റും സിന്ധു നദീജല കരാർ നിലവിൽ വന്ന ഡേറ്റും ഓർത്തിരിക്കുക. അതില് സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ജലവിതരണ കരാറാണ് സിന്ധു നദീജല കരാർ. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനുമാണ് കറാച്ചിയിൽ വെച്ച് ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കരാർ അനുസരിച്ചിട്ട് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളായ സിന്ധു, ഝലം, ചിനാബ് ഇവയുടെ നിയന്ത്രണം പാകിസ്ഥാനും, കിഴക്കോട്ടൊഴുകുന്ന നദികളായ സത്ലജ്, രവി, ബിയാസ് ഈ നദികളുടെ നിയന്ത്രണം ഇന്ത്യക്കുമായിരുന്നു. ഈ ഒരു കരാറ് 2025 ഏപ്രിൽ 23 മരവിപ്പിച്ചു. എന്തിനെ തുടർന്നായിരുന്നു? ജമ്മു കാശ്മീരിൽ ഉണ്ടായ പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഈ കരാർ ഇന്ത്യ മരവിപ്പിച്ചു. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ കൂട്ടുകാരിലേക്ക് ഇത് എത്തുന്നതിന് വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ നോട്ടിന്റെ PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. PSC വോയേജർ എന്ന ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അവിടെ നമ്മുടെ ക്ലാസ്സിന് ശേഷം പോളിലൂടെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ടെലിഗ്രാം ചാനലിൽ കൂടി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്